أعوذ بالله من الشيطان الرجيم وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. 237 വചനം 3-ാമത്തെ ദിവസമാണ്. നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة. ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് വിവാഹബന്ധം ഏർപ്പെടുത്തിയത് അവരുടെ വിവാഹമൂല്യം നിർണയിച്ചിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ഫനിസ്ഫു മാ ഫറൽത്തും, അപ്പോൾ നിശ്ചിത വിവാഹമൂല്യത്തിൻ്റെ പകുതി നൽകേണ്ടതാണ്. ഇല്ലാ അൻ യഅഫൂൻ, അവർ അഥവാ ഭാര്യമാർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിലല്ലാതെ. ഔ യഅഫുവല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, അല്ലെങ്കിൽ വിവാഹ ഉടമ്പടിയുടെ കൈവശക്കാരൻ അഥവാ ഭർത്താവ് മുഴുവൻ വിവാഹമൂല്യവും നൽകാൻ സന്നദ്ധനായിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്താലല്ലാതെ. ഇത്രയും നമ്മൾ വിശദീകരിച്ചു. എന്നിട്ട് പറയുന്നത് അൻ തഅഫൂ അഖ്റബു ലിത്തഖ്വാ, എന്നാൽ നിങ്ങൾ ഭർത്താക്കന്മാർ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങൾ ഭർത്താക്കന്മാർ അഫൂ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് പുരുഷന്മാർ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ കൂടുതൽ അർഹതയുള്ളത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ്. അതിന് കാരണം പറഞ്ഞത് അഖ്റബു ലിത്തഖ്വ എന്നാണ്. നോക്കൂ, ഖുർആനിൽ സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വ എന്നവിടെ പറഞ്ഞു. നിങ്ങൾ നീതി കാണിക്കണം, നീതി കാണിക്കലാണ് തഖ്വയോട് ഏറ്റവും അഖ്റബ്, അടുത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് വ അൻ തഅഫൂ അഖ്റബു ലിത്തഖ്വ, അഫു വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യം നമുക്ക് മനസ്സിലായി. ഒന്ന്, നീതിയിലും തഖ്വയുണ്ട്, വിട്ടുവീഴ്ചയിലും തഖ്വയുണ്ട്. നീതി എന്ന് പറയുന്നത് തഖ്വയെ നശിപ്പിക്കുന്ന ഒന്നല്ല. പക്ഷെ നീതിയെക്കുറിച്ചുള്ള സംസാരവും അതുപോലെ തന്നെ ചർച്ചയും വരുമ്പോൾ സ്വാഭാവികമായി അവിടെ ആ സംസാരിക്കുന്നവൻ്റെ മനസ്സിനൊരു കാഠിന്യവും ശക്തിയും ഒക്കെ ഉണ്ടാവും. എനിക്ക് നീതിയാണ് വേണ്ടത് എന്നൊരാൾ പറയുമ്പോൾ, നീതി എന്ന് പറഞ്ഞാൽ വാള് പോലെയാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിട്ടുവീഴ്ചയാണെങ്കിലോ, വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുകയും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലുണ്ടാവുക കാരുണ്യമായിരിക്കും. അല്ലേ? അതാലോചിച്ച് നോക്കൂ, കാരുണ്യമായിരിക്കും, വിട്ടുവീഴ്ച ചെയ്യണം, സഹാനുഭൂതിയായിരിക്കും. അപ്പോൾ സത്യത്തിൽ ഈ അഫുവുള്ള ഹൃദയം, അതല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്ഥിതിയുള്ള കാരുണ്യമുള്ള ഹൃദയം, അതാണ് യഥാർത്ഥത്തിൽ നീതിയെ തേടുന്ന കടുപ്പമുള്ള ഹൃദയത്തേക്കാൾ തഖ്വയോടടുത്ത് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? തഖ്വ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈമാനിക ശക്തിയുടെ കണക്കനുസരിച്ചാണ്, തോതനുസരിച്ചാണ് തഖ്വ. ഈമാനിക ശക്തി എന്ന് പറഞ്ഞാൽ അത് ശറഈയായ ഒരു കാരണമുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിപരമായ കാരണവുമുണ്ട്.
നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതി, വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ സഹാനുഭൂതിയുമൊക്കെയുള്ള ആ ഹൃദയമെന്ന് പറയുന്നത്, അത്തരത്തിലുള്ള മനസ്സെന്ന് പറയുന്നത് മറ്റുള്ള മനസ്സുകളേക്കാളൊക്കെ നല്ലതാണ്. മനസ്സിലായില്ലേ? എന്തായിരുന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെയും മറ്റൊരാളുടെയും ഇടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുത ഒരിക്കലും നമുക്ക് അയാളോട് ഏതെങ്കിലും രൂപത്തിൽ അക്രമം ചെയ്യാനുള്ള തെളിവല്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ തഖ്വ ഇങ്ങനെ വരുന്നത്. നോക്കൂ, തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ തുറന്നു കാണിക്കലാണല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരു ചിന്തയൊന്നുമില്ലെങ്കിലേ നമുക്ക് പൂർണ്ണമായി വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുള്ളൂ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അവകാശമുണ്ട്, പക്ഷേ ആ അവകാശത്തെ പോലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹുവിന് തൻ്റെ ഹൃദയത്തെ കാണിച്ചു കൊടുക്കാൻ. അലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ ഹക്കിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയൂ. മനസ്സിലായില്ലേ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും നബിയുടെ സ്വന്തത്തിന് വേണ്ടി ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല, കോപിച്ചിട്ടില്ല. അതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ നബിയെക്കുറിച്ച് പറയുന്നത് എന്താ? കാന നബിയു ഹയ്യിനൻ ലയ്യിനൻ എന്നാണ്. ഭയങ്കര സോഫ്റ്റായിരുന്നു നബി. അതെ, ആയിഷ റളിയല്ലാഹു അൻഹ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ നബി അതിനെ അനുകൂലിക്കുമായിരുന്നു. സോഫ്റ്റ്നെസ്സിൻ്റെ ഉദാഹരണമാണത്. തൻ്റെ ഇണ ആഗ്രഹിക്കുന്നതിനോട് അനുകൂലിക്കുമായിരുന്നു. അതാണ്. നോക്കൂ, നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ കഥയുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടായ ഒരു സംഭവം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിലായിരിക്കെ ഒരു നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ കുറച്ച് ഭക്ഷണം കൊടുത്തയച്ചു. ഇത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വീട്ടിലിരിക്കെ വേറൊരാൾ ഭക്ഷണം കൊണ്ടുവരണം. ഒരൊറ്റ തട്ടി ആ ഭക്ഷണം താഴെ വീണു, പാത്രമൊക്കെ പൊട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭക്ഷണം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് പറയുന്നത് ഗാറത്ത് ഉമ്മുക്കും എന്ന്. നിങ്ങളുടെ ഉമ്മക്ക് ദേഷ്യം പിടിച്ചതാ, സാരല്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മൃദുലത, എന്തുമാത്രം സോഫ്റ്റാണ് നബി അവിടെ കാണിക്കുന്നത്. ഇത് മതിയല്ലോ നമ്മുടെ നാട്ടിൽ പലപ്പോഴും തലാഖിനും ബന്ധം ഇല്ലാതാകാനും അല്ലെങ്കിൽ കുറേ കാലം തെറ്റി നിൽക്കാനും ഒക്കെ ഇത് മതി, അല്ലേ? നോക്കൂ, ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ്. നമ്മൾ ഒരുമിച്ച് കൂട്ടും. നമ്മൾ പറയും പോയി പൊറുക്കടി എന്ന് പറയില്ലേ, വൃത്തിയാക്കത് എന്നൊക്കെ പറയും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അതാണ്, നോക്കൂ, അത് ഹൃദയത്തിൻ്റെ ഒരു വൃത്തിയാണ് യഥാർത്ഥത്തിൽ. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയൊക്കെ എന്തുണ്ട് വെച്ചാൽ നമ്മുടെ സ്വഭാവവും ഇബാദത്തും തഖ്വയും അഖീദയും ഒക്കെ ആയിട്ട് പരസ്പരം ബന്ധമുണ്ട്. ഇതൊന്നും വേറെയല്ല. നല്ല സ്വഭാവമുള്ള ആൾ, നോക്കൂ, നല്ല ഇബാദത്ത് ചെയ്യുന്ന ആൾ നല്ല സ്വഭാവക്കാരനായിരിക്കും. അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. നല്ല സ്വഭാവമുള്ള ആൾക്കേ നല്ല ഇബാദത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഈ രണ്ടിലും ഇതൊരു പൊതു നിയമമാണ്. നല്ല സ്വഭാവമുള്ള ആൾ നല്ല ഇബാദത്ത് ചെയ്യും. നല്ല ഇബാദത്തുള്ള ആളുടെ സ്വഭാവം നല്ലതായിരിക്കും. ഇതിന് വ്യത്യസ്തമായി എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഏതോ ഒന്നിന് തകരാറുണ്ട് എന്നാണ്. മനസ്സിലായി? നോക്കൂ, എന്താ കാരണം വെച്ചാൽ മറ്റുള്ളവരോട് വെറുപ്പുമായി ഒരു റക്അത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് കഴിയില്ലെന്നേ. അയാളുടെ ഖൽബിൽ ഒരു തരം, ഹൃദയത്തിൽ ഒരു തരം കുടുസ് അനുഭവപ്പെടും. നിസ്കരിക്കാൻ കഴിയില്ല. നല്ല സ്വഭാവം, നല്ല നമസ്കാരമുള്ള ആൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവും. അയാളുടെ ഹൃദയത്തിൽ വിശാലതയുണ്ടാവും. അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും. ഞാൻ എന്തായാലും അവന് പുറത്തു കൊടുക്കൂല എന്ന് പറയുന്നവൻ ആ വാക്ക് പറയുന്നതിന് മുമ്പ് സ്വന്തം ഇബാദത്തുകളെക്കുറിച്ച് അന്വേഷിക്കണം. എന്താണ്, എവിടെയോ തകരാറുണ്ട്, അതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലാ തൻസവുൽ ഫദ്ല ബൈനക്കും. വല്ലാത്തൊരു വാക്ക. നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കാൻ മറന്നു പോകരുതേ. വലാ തൻസൗ, നിങ്ങൾ മറക്കരുത്, അൽ ഫദ്ല, ഔദാര്യം കാണിക്കണം. വല്ലാത്ത വാക്കല്ലേ.
ഇത് അഫുവിനേക്കാൾ കുറച്ചുകൂടി വല്ലാത്തൊരു വാക്കാണ്. നിങ്ങൾ പരസ്പരം ഔദാര്യം കാണിക്കണം, അതിന് നിങ്ങൾ മറന്നു പോകരുത്. ഒരു കാര്യത്തെക്കുറിച്ച് മറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന് പ്രാധാന്യം നൽകാതിരിക്കുക എന്നാണ് അർത്ഥം. മറവി എപ്പോഴാണ്ടാണ്? മറവി നമുക്കൊരു കാര്യത്തിൽ അതിൽ പ്രാധാന്യം തോന്നാത്തപ്പോഴാണ് മറവി സംഭവിക്കുന്നത്. ഇവിടെ അള്ളാഹു നിങ്ങൾ ഈ ഔദാര്യം കാണിക്കാൻ മറന്നു പോകരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ആകരുത്? ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ മാതിരി ആകരുത്. നിങ്ങളെങ്ങനെയാണ് മറക്കുക? നിങ്ങൾക്ക് ഇത് പ്രാധാന്യമുള്ളതാണ്. ഔദാര്യം എന്നത്, അഫു എന്നത് നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. അത് അള്ളാഹു അതാ പറഞ്ഞത്. അതാണ് ഒരിക്കലും ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന ഒരു വിഭാഗമായി നിങ്ങൾ മാറരുത്. നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ലാ തൻസവുൽ ഫദ്ല ബൈനക്കും. ശരി. എന്നിട്ട് നോക്കൂ, വീണ്ടും അള്ളാഹു മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അള്ളാഹു കാണുന്നുണ്ട് എന്ന്. അത് അള്ളാഹു കാണുന്നുണ്ട് എന്ന് പറഞ്ഞോടുകൂടി എന്തായി? വിട്ടുവീഴ്ചക്കും ഔദാര്യം കാണിക്കാനും കൂടുതൽ നമുക്ക് താല്പര്യം വരും. എന്താ കാരണം? അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയല്ല? മനുഷ്യർക്ക് വേണ്ടിയല്ല. വിട്ടുവീഴ്ച ചെയ്തത് 4 ആൾ പറഞ്ഞില്ലേ, അവർ സുൽഹ് പറഞ്ഞില്ലേ, മധ്യസ്ഥന്മാരില്ലേ, കാരണന്മാരില്ലേ, അതുകൊണ്ടല്ല, അള്ളാഹുവിന് വേണ്ടി. അല്ലെങ്കിൽ വലിയ വിട്ടുവീഴ്ച ചെയ്ത ആളാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ അടുത്ത് അത്തരത്തിലുള്ളൊരു ഖ്യാതി ഉണ്ടാകാൻ വേണ്ടിയല്ല. ലിവജിഹില്ല. എന്താ കാരണം? ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് എന്ന്. ഈ ഒരവസ്ഥയിലേക്കാണ്. ഇത് മനുഷ്യൻ മറന്നു പോകരുത്. മനസ്സിലായി? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടപെടുമ്പോഴത്തിന് ഈ ഒരു വിചാരത്തിൽ നമ്മൾ പോകരുത്. അള്ളാഹു നോക്കൂ, കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിച്ചത് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞാണ്ട്. മുഹ്സിനീങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിട്ടുവീഴ്ചയോ ഔദാര്യത്തെയോ മറന്നു പോകുന്നവരാകരുത്. മനസ്സിലായി? നോക്കൂ, ഹാത്തിബ് ബിൻ അബീ ബൽതായുടെ കഥ നമുക്കറിയാലോ. സഹാബിയാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കക്കാരുടെ ആ ഒരു ശുണ്ഠി അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. മക്കയിലേക്കൊരു സൈന്യത്തെ അയക്കുന്നതിനെക്കുറിച്ച് നബി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നു. ഈ നടന്ന വിവരം ഹാത്തിബ് ബിൻ അബീ ബൽതാ മക്കയിലേക്ക് അറിയിക്കുകയാണ്, ഖുറൈശികളുടെ അടുത്തേക്ക് അറിയിക്കുകയാണ്. എന്ത്? മുഹമ്മദ് നബി ഇങ്ങനെ നിങ്ങൾക്കെതിരിലൊരു സൈന്യം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു കത്തെഴുതി ഹാത്തിബ് ബിൻ അബീ ബൽതാ. എന്നിട്ട് കത്ത് ഒരു സ്ത്രീയുടെ അടുത്ത് കൊടുത്തേക്കാം. ആ സ്ത്രീക്ക് കൂലിയൊക്കെ കൊടുത്ത് ആ സ്ത്രീ തൻ്റെ മുടിയിൽ കെട്ടി ആ കത്ത് മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ വെച്ച് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം കിട്ടി, നബിക്ക് വഹി കിട്ടി. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നബി അലി ബിൻ അബി താലിബിനെയും സുബൈർ ബിൻ അവാമിനെയും അയച്ചു. നബി പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ പോകണമെന്ന്. അവരങ്ങനെ പോയി. അവർ ഖുലൈഫ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ വെച്ച് ഈ പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് അവളുടെ ഈ യാത്രാ വിഭവങ്ങളിൽ, യാത്രാ ചരക്കുകളുണ്ടല്ലോ, ബാഗും ഇതൊക്കെ, അതിലൊക്കെ തിരഞ്ഞു നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അലി ബിൻ അബി താലിബ് ആ സ്ത്രീയോട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ്റെ റസൂൽ കളവ് പറയില്ല. നിൻ്റെ അടുത്ത് ഒരു കത്തുണ്ട്, ആ കത്ത് കണ്ടെടുത്തോ, ഇല്ലെങ്കിൽ ഞങ്ങളതെടുക്കും എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ അടുത്തില്ല. പക്ഷേ ഇവർ പിന്നെ നിർബന്ധം പിടിച്ചു, നിൻ്റെ അടുത്തുണ്ട്, ഞങ്ങൾക്കറിയാം, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ കളവ് പറയില്ല. അവസാനം അവൾ പറഞ്ഞു, നിങ്ങൾ കുറച്ച് മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അവർ മാറി നിന്നു. എന്നിട്ട് ഈ സ്ത്രീ അവളുടെ മുടിക്കെട്ടഴിച്ച് അതിൽ നിന്ന് ഈ കത്തെടുത്ത് കൊടുത്തു. അലി ബിൻ അബി താലിബും സുബൈർ ബിൻ അവാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് തിരിച്ചു വന്നു. മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹാത്തിബിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ ഹാത്തിബ് മാ ഹമലക അലാ ഹാദാ, എന്താണ് ഹാത്തിബ് ഇങ്ങനെ ചെയ്യാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലമുഅ്മിനുൻ ബില്ലാഹി വബി റസൂലി മാ ഗയ്യർതു വലാ ബദ്ദൽതു. അള്ളാഹുവിൻ്റെ സത്യം, ഞാൻ മുഅ്മിനാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെയും വിശ്വസിച്ചു, എനിക്കൊരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ സമൂഹത്തിനോടൊരു ചെറിയ സ്നേഹം എനിക്ക് തോന്നിപ്പോയി. എൻ്റെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ, എൻ്റെ കുടുംബക്കാരൊരുപാടുണ്ട്, എൻ്റെ സമ്പത്തുണ്ട്, ഒക്കെ ഉണ്ട്.
അപ്പോൾ അവരോടൊരു നന്മ ചെയ്താൽ അവരെന്നോടും നന്മ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറയും. ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുന്നേറ്റു, യാ റസൂലല്ലാഹ് ദഅനി ഫലഅദ്രിബ് ഉനുഖഹ്. അതാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ്. ഫഇന്ന റജുല ഖദ് നാഫഖ്. റസൂലെ, ഇവൻ മുനാഫിക്കായിട്ടുണ്ട്, ഇവൻ്റെ കഴുത്ത് ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, വമാ യുദ്രീക യാ ഉമർ ലഅല്ല അല്ലാഹ് ഖദ് ഇത്തലഅ അലാ അസ്ഹാബി ബദ്രിൻ യൗമ ബദ്രിൻ. ഉമറെ, നിനക്ക് എന്ത് പറ്റി? നിനക്കറിയില്ലേ ബദറിൽ പങ്കെടുത്തവർക്ക് അള്ളാഹു അഫു കൊടുത്തിട്ടുണ്ട് എന്ന്. അവരോട് എന്താ പറഞ്ഞത്? അഅ്മലൂ മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നിന്നിരിക്കുന്നു. നിങ്ങൾ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മനുഷ്യനെ രക്ഷിക്കുകയാണ് നബി വിട്ടുവീഴ്ച ചെയ്തിട്ട്. അപ്പോൾ സത്യത്തിൽ ഈ തലാഖിൻ്റെ വിഷയത്തിൽ പോലും ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചയാണ് സമൂഹത്തിനുണ്ടാകേണ്ടത് എന്നർത്ഥം. അതാണ് നിങ്ങൾ ആ ഔദാര്യം മറന്നു പോകരുത് എന്ന് പറയുന്നത്. ഇത് നബിയുടെ ജീവിതത്തിൽ മുഴുവൻ കാണാം. ഇതാണ് വിശ്വാസിക്കുണ്ടാകേണ്ട സ്വഭാവം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഈ ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.